Hello everyone, I am Althaf from Althaf Technologies. നമ്മളിൽ കൂടുതൽ ആളുകളും ഇന്ന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകളാണ്. എന്നാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത പ്രിന്ററിലേക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് എങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ നിന്ന് എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത പ്രിന്ററിലേക്ക് പ്രിന്റ് ചെയ്യാം എന്ന് നമ്മളിൽ കൂടുതൽ ആളുകൾക്കും അറിയില്ല. അതിന് നമുക്ക് ഗൂഗിൾ തന്നെ ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്, ഗൂഗിൾ ക്ലൗഡ് പ്രിന്റിംഗ്. ഗൂഗിൾ ക്ലൗഡ് പ്രിന്റിംഗ് എന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്നോ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നോ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് വളരെ ഈസിയായി, മറ്റൊരു കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത പ്രിന്ററിലേക്ക് നമുക്ക് വളരെ ഈസിയായി നമുക്ക് പ്രിന്റ് ചെയ്യാൻ കഴിയും. അതുപോലെ നമ്മുടെ പ്രിന്റർ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇത് എങ്ങനെയാണ് എളുപ്പത്തിൽ കോൺഫിഗർ ചെയ്യുക എന്ന് നമുക്ക് വീഡിയോ നോക്കി മനസ്സിലാക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അൽഫാസ് ടെക്നോളജീസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ അൽഫാസ് ടെക്നോളജീസ് എന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മുടെ പ്രിന്റർ ഗൂഗിൾ ക്ലൗഡ് പ്രിന്ററിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ കാണുന്ന അഡ്രസ് ബാറിൽ www.google.com ടൈപ്പ് ചെയ്ത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് കാണുന്ന സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മുടെ ഇമെയിൽ ഓർ ഫോൺ ഇവിടെ ചോദിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട്, നമ്മുടെ ഗൂഗിൾ നിങ്ങൾക്കുള്ള ജിമെയിൽ ഐ ഡി എന്താണെന്ന് വെച്ചാൽ ആ ജിമെയിൽ ഐ ഡി കൊടുത്താൽ മതി. എൻ്റെ ഇമെയിൽ ഐ ഡി ഞാൻ കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക, എന്നിട്ട് നമ്മുടെ പാസ്വേഡ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും, ഇവിടെ ബ്രൗസറിലും ലോഗിൻ ആയിട്ടുണ്ട്. നമ്മുടെ ഗൂഗിൾ ക്രോമിൽ കൂടി ഇതിൻ്റെ കൂടെ തന്നെ ലോഗിൻ ആയിട്ടുണ്ട്. ഗൂഗിൾ അക്കൗണ്ടിൽ ലോഗിൻ ആയതിൻ്റെ കൂടെ തന്നെ ഗൂഗിൾ ക്രോം എന്നുള്ള ഈ ബ്രൗസറിൽ കൂടി നമ്മളിവിടെ ലോഗിൻ ആയിട്ടുണ്ട്. ഇതിൽ കാണുന്ന 3 ഡോട്ട്സ്, നമ്മുടെ ക്ലോസ് ബട്ടന്റെ നേരെ താഴെ കാണുന്ന 3 ഡോട്ട്സ് കാണാം. കസ്റ്റമൈസ് ആൻഡ് കൺട്രോൾ ഗൂഗിൾ ക്രോം എന്നിവിടെ കാണാം. ഈ കാണുന്ന ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെയായി സെറ്റിംഗ്സ് എന്ന് കാണാൻ കഴിയും. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഈ വിൻഡോയിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അഡ്വാൻസ്ഡ് എന്ന് കാണാൻ കഴിയും. ഈ അഡ്വാൻസ്ഡ് എന്ന് കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ നമുക്ക് ഗൂഗിൾ ക്ലൗഡ് പ്രിന്റ് എന്ന് കാണാൻ കഴിയും. പ്രിന്റിംഗ് എന്നുള്ള ഹെഡിങ്ങിന് താഴെയായി പ്രിന്റേഴ്സ്, അതുപോലെ തന്നെ അതിന് താഴെയായി ഗൂഗിൾ ക്ലൗഡ് പ്രിന്റ് എന്ന് കാണാൻ കഴിയും. ആ കാണുന്ന ഗൂഗിൾ ക്ലൗഡ് പ്രിന്ററിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ നമുക്കിവിടെ മാനേജ് ക്ലൗഡ് പ്രിന്റ് ഡിവൈസസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ആഡ് പ്രിന്റേഴ്സ് എന്നുള്ളതായിരിക്കും. ഇപ്പൊ ഇതിൽ എൻ്റെ ആൾറെഡി പ്രിന്റർ ക്ലൗഡ് പ്രിന്ററിലേക്ക് ആഡ് ചെയ്തത് കൊണ്ടാണ് ആഡ് പ്രിന്റേഴ്സ് കാണാത്തത്. ഇവിടെ ഡിസ്കണക്ട് എന്നുള്ള ഓപ്ഷൻ കാണുന്നത്. ഞാൻ താൽക്കാലികമായി ഞാൻ ഇവിടെ ഡിസ്കണക്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇവിടെ ആഡ് പ്രിന്റേഴ്സ് കൊടുക്കുക. ഇവിടെ നിങ്ങൾ കാണുന്ന ആഡ് പ്രിന്റേഴ്സ് ബട്ടൺ എന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കാണും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് പ്രിന്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നിങ്ങൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏതെല്ലാം പ്രിന്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ആ പ്രിന്റർ എല്ലാം ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അപ്പം നമുക്ക് ആവശ്യമുള്ള പ്രിന്റർ, ഏത് പ്രിന്ററാണ് നമുക്ക് ഗൂഗിൾ ക്ലൗഡ് പ്രിന്ററിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആ പ്രിന്റർ മാത്രം സെലക്ട് ചെയ്യുക. 1-2 പ്രിന്ററുകൾ വേണമെങ്കിൽ അത്രയും ആ പ്രിന്ററുകൾ നമുക്ക് അവിടെ ആഡ് ചെയ്യാം. ഒരു പ്രിന്റർ വേണമെങ്കിൽ ഒരു പ്രിന്റർ മാത്രം നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ആഡ് പ്രിന്റേഴ്സ് എന്നുള്ള നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പ്രിന്റർ നമ്മൾ ഗൂഗിൾ ക്ലൗഡ് പ്രിന്ററിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട്, നിങ്ങൾ ഏത് ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണോ, ഏത് ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടാണോ നിങ്ങൾ ക്രോമിൽ ലോഗിൻ ചെയ്തിട്ടുള്ളത് ആ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റുള്ള ഡിവൈസിൽ നിന്ന് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ നമ്മുടെ പ്രിന്റർ മറ്റാർക്കെങ്കിലും, നമ്മുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു ബ്രാൻഡ്, നമ്മളൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പനി നടത്തുന്ന ആളുകളാണെങ്കിൽ ആ കമ്പനിയിലെ പ്രിന്റർ മറ്റു ബ്രാഞ്ചുകളിലേക്കോ ഷെയർ ചെയ്യണം, അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നേരെ മാനേജ് യുവർ പ്രിന്റേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം.
ഇപ്പോൾ നമ്മൾ മാനേജ് യുവർ പ്രിന്റേഴ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ പ്രിന്റേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ കാണിക്കുന്ന ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന പ്രിന്റർ എപ്സൺ L130 ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ള പ്രിന്റർ അതാണ്. ആ പ്രിന്റർ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മുകളിൽ കാണുന്ന ഷെയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഷെയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രിന്റർ നമുക്കല്ലാതെ വേറെ ആർക്കൊക്കെ നമ്മുടെ പ്രിന്ററിൽ പ്രിന്റ് ചെയ്യാൻ പറ്റണം എന്ന് നമുക്കിവിടെ തീരുമാനിക്കാൻ പറ്റും. നമ്മുടെ പ്രിന്റർ മാനേജ് ചെയ്യണം, ബാക്കിയുള്ളവർക്ക് മാനേജ് ചെയ്യാൻ പറ്റണം, അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യാൻ കഴിയണം, എങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ എൻ്റെ മറ്റൊരു ഇമെയിൽ ID ഇവിടെ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ ക്യാൻ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്ത ഡിവൈസിൽ നിന്ന് എനിക്ക് എൻ്റെ പ്രിന്ററിലേക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. എനിക്ക് എൻ്റെ പേഴ്സണൽ ഇമെയിൽ ID വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ കൊടുത്ത ഈ ഇമെയിൽ ID വെച്ചിട്ടും എനിക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എൻ്റെ സുഹൃത്തിൻ്റെ ഇമെയിൽ ID കൊടുത്താൽ ആ സുഹൃത്തിന് അവിടെ പ്രിന്റ് ചെയ്യാൻ പറ്റും. ശേഷം ഷെയർ എന്ന് കൊടുത്തു. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആ കൊടുത്ത മെയിൽ ആരുടെ ഇമെയിൽ ID ആണ് കൊടുത്തിട്ടുള്ളത് അയാൾക്ക് അവിടെ ഇനി പ്രിന്റ് ചെയ്യാൻ പറ്റും. അതിന് അയാൾക്കൊരു ഇമെയിൽ വരും. ആ ഇമെയിലിൽ അദ്ദേഹത്തിന് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും. അതിൽ ആ ഇമെയിലിൽ അദ്ദേഹത്തിന് വരുന്ന നോട്ടിഫിക്കേഷനിൽ അദ്ദേഹം അവിടെ ആ വരുന്ന മെയിലിൽ അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ആ മെയിലിൽ ക്ലിക്ക് ഒരു ആക്സെപ്റ്റ് എന്നുള്ള ബട്ടൺ ഉണ്ടായിരിക്കും. അതിൽ കയറിയാൽ അദ്ദേഹത്തിന് അവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ നമുക്ക് നോക്കാം, ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എൻ്റെ രണ്ടാമത്തെ ഇമെയിൽ ID വെച്ച് ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്. Althaf Ahmed 2006@gmail.com has shared a printer with you എന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്. ഈ മെയിൽ ആഡ് പ്രിന്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ പ്രിന്റർ എൻ്റെ ഗൂഗിൾ ക്ലൗഡ് പ്രിന്ററിലേക്ക് എനിക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ രീതിയിലൊരു വിൻഡോ വന്നു. ഈ വിൻഡോയിൽ നിന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രിന്ററിലേക്ക് നമ്മൾ ആർക്കാണോ ഷെയർ ചെയ്തിട്ടുള്ളത് അയാൾക്ക് അവിടെ നിന്ന് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് althaf@gmail.com എന്നുള്ള മെയിലിലേക്കായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യുന്ന ആൾക്ക് ആ ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യുന്ന ആൾക്ക് ആ ഡിവൈസിൽ നിന്ന് അദ്ദേഹത്തിന് പ്രിന്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെയാണ് ഗൂഗിൾ ക്ലൗഡ് പ്രിന്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത് എന്നാണ്. ഇപ്പൊ നമ്മുടെ പ്രിന്റർ ഷെയർ ചെയ്തു, പ്രിന്റർ ബാക്കിയുള്ളവർക്ക് ആക്സസിബിൾ ആക്കി. ഇനി മറ്റുള്ളവർക്ക് അതിലേക്ക് എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അത് നമുക്ക് ഫോൺ വഴി പ്രിന്റ് ചെയ്യാം, നമ്മുടെ കമ്പ്യൂട്ടർ വഴി പ്രിന്റ് ചെയ്യാം. ഇങ്ങനെയെല്ലാം നമുക്ക് അതിന് സൗകര്യങ്ങളുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്നും എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുക എന്ന് നോക്കാം. അതിനായി നമ്മുടെ ഫോണിൽ നമ്മൾ ഗൂഗിളിൻ്റെ ക്ലൗഡ് പ്രിന്റർ ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ ക്ലൗഡ് പ്രിന്റർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ക്ലൗഡ് പ്രിന്റർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ക്ലൗഡ് പ്രിന്റർ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ക്ലൗഡ് പ്രിന്റർ, പ്രിന്റ് എവേ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് പ്രിന്റ് ചെയ്യാൻ കഴിയുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ്. പ്രിന്റർ ഷെയർ, മൊബൈൽ പ്രിന്റ്, ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്ന പ്രിന്റർ തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ഗൂഗിളിൻ്റെ ക്ലൗഡ് പ്രിന്റ് തന്നെ ഓപ്പൺ ചെയ്യാം. ഏറ്റവും ഫസ്റ്റ് കാണിക്കുന്നുണ്ട് ക്ലൗഡ് പ്രിന്റ് എന്ന് കാണിച്ചതിൻ്റെ നേരെ താഴെ നമുക്കത് അവിടെ കാണാൻ കഴിയും ഗൂഗിൾ LLC എന്ന് കാണാൻ കഴിയും. അങ്ങനെ നമുക്കത് ഗൂഗിളിൻ്റെ തന്നെയാണ് എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ക്ലൗഡ് പ്രിന്റ് ഓപ്പൺ ചെയ്ത ശേഷം ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ ക്ലൗഡ് പ്രിന്റ് നമ്മുടെ മൊബൈൽ ഇൻസ്റ്റാൾ ആവും. ചെറിയ ഫയലാണ്. അതിനുശേഷം നമുക്ക് പ്ലേ സ്റ്റോർ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഡോക്യുമെൻ്റ് നമുക്ക് പ്രിന്റ് ചെയ്യാം. ഞാൻ എൻ്റെ വാട്സാപ്പിലുള്ള ഒരു ഡോക്യുമെൻ്റ് പ്രിന്റ് ചെയ്യുകയാണ്. ഒരു PDF ഫയൽ എൻ്റെ കയ്യിലുണ്ട്. ഈ PDF ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ PDF റീഡർ ഓപ്പണായി. നമുക്കിതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട്സ് ഉണ്ട്. ഈ 3 ഡോട്ട്സിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ കിട്ടും.
ഈ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലായി നമുക്കിവിടെ നമ്മുടെ പ്രിൻ്റർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എപ്സൺ L130 എന്നുള്ള പ്രിൻ്റർ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഷെയർ ചെയ്ത പ്രിൻ്റർ എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഈ ഫസ്റ്റ് പ്രിൻ്റർ അല്ലെങ്കിൽ നമ്മുടെ പ്രിൻ്റർ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ആ പ്രിൻ്റർ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ പ്രിൻ്റർ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഈ പ്രിൻ്റർ കണക്റ്റഡ് ആണ്. അതിനുശേഷം പേപ്പർ സൈസ്, കോപ്പീസ് ഇതെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് നമ്മളവിടെ ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് എത്ര കോപ്പി വേണം, നമ്മുടെ പേപ്പറിൻ്റെ സൈസ്, ഇപ്പോൾ ഇവിടെ A4 ഉണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള പേപ്പർ ഏത് സൈസ് പേപ്പറാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് നമ്മുടെ പ്രിൻ്ററിലുള്ളത് എന്നുണ്ടെങ്കിൽ ആ പേപ്പർ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ട പ്രിൻ്റ് കളർ വേണോ, അത് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ എന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓറിയൻറ്റേഷൻ പോർട്രേറ്റ് ആയിട്ട് വേണോ, ലാൻഡ്സ്കേപ്പ് ആയിട്ട് വേണോ, എങ്ങനെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്കത് ചൂസ് ചെയ്ത് കൊടുക്കാം നമുക്കിവിടെ. ഇനി നമുക്ക് എല്ലാ പേജും പ്രിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ പ്രിൻ്റ് കൊടുത്താൽ മതി. അതല്ല നമുക്കൊരു സ്പെസിഫിക് പേജാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ പേജസ് എന്ന് കാണുന്നതിൻ്റെ നേരെ താഴെയുള്ള ഇപ്പോൾ ആൾ 22 എന്ന് കാണിക്കുന്നുണ്ട്. ഈ ആൾ 22 എന്ന് കാണിക്കുന്നത് കാരണം നമുക്ക് 22 പേജാണ് എൻ്റെ ഈ ഡോക്യുമെൻറ്റിലുള്ളത്. അപ്പോൾ നമുക്ക് ആ 22 പേജും പ്രിൻറ്റ് ചെയ്യണം എന്നാണ് ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത്. നമുക്കത് മാറ്റി ഫസ്റ്റ് പേജ് മാത്രം മതി എന്നായി കൊടുക്കാം. ഞാനത് ടച്ച് ചെയ്തു. ടച്ച് ചെയ്തതിന് ശേഷം റേഞ്ച് ഓഫ് 22 എന്ന് കാണിക്കുന്നിടത്ത് വീണ്ടും ടച്ച് ചെയ്തു. എന്നിട്ട് ഇവിടെ കാണുന്ന ഈ ബോക്സിൽ ഞാൻ 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് പേജ് മാത്രമായിരിക്കും ഇനി നമുക്ക് പ്രിൻ്റ് വരിക. അതിനുശേഷം അവിടെ കാണുന്ന പ്രിൻറ്റിൻ്റെ ഐക്കണിൽ ഞാൻ ടച്ച് ചെയ്ത് കൊടുത്തു. ശേഷം കാണുന്ന ഡയലോഗ് ബോക്സ് വരികയാണെങ്കിൽ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള പ്രിൻ്റർ ഏതാണെങ്കിൽ ആ പ്രിൻ്ററിലേക്ക് നമ്മുടെ മൊബൈലിൽ നിന്നും പ്രിൻ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ നിന്നും നമ്മൾ കണക്ട് ചെയ്ത പ്രിൻ്ററിലേക്ക് പ്രിൻ്റ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ കോൺഫിഗർ ചെയ്ത ക്ലൗഡ് പ്രിൻ്ററിലേക്ക് മറ്റൊരു കമ്പ്യൂട്ടറിൽ നിന്ന് എങ്ങനെ പ്രിൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തിന് അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ വഴി എങ്ങനെ പ്രിൻ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിന് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണോ പ്രിൻ്റ് ചെയ്യേണ്ടത് അവർ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത ശേഷം google.com ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് ഡൗൺലോഡ് ക്ലൗഡ് പ്രിൻ്റർ ഡ്രൈവർ എന്ന് നമുക്ക് സെർച്ച് ചെയ്യാം. ഡൗൺലോഡ് ക്ലൗഡ് പ്രിൻ്റർ ഡ്രൈവർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന സെർച്ച് ലിസ്റ്റിൽ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് കാണാം ഗൂഗിളിൻ്റെ ക്ലൗഡ് പ്രിൻ്റർ ഡ്രൈവർ. ഈ ഡ്രൈവർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആകും. ആ പേജിൽ വലതുവശത്തായി ഡൗൺലോഡ് ഗൂഗിൾ ക്ലൗഡ് പ്രിൻ്റർ എന്നുള്ള ഒരു നീല ബട്ടൺ കാണാം. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന വിൻഡോയിൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടായിരിക്കും. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്യുക. ആക്സെപ്റ്റ് ആൻഡ് ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഗൂഗിൾ ക്ലൗഡ് പ്രിൻ്റർ ഡ്രൈവർ ഡൗൺലോഡ് ആയിരിക്കും. ഡൗൺലോഡ് ആയ ശേഷം ആ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് റൺ കൊടുക്കുക. ശേഷം വരുന്ന പെർമിഷൻ വിൻഡോയിൽ യെസ് കൊടുക്കുക. ഇപ്പോൾ ഗൂഗിൾ ക്ലൗഡ് പ്രിൻ്റർ ഡ്രൈവർ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണോ പ്രിൻ്റ് ചെയ്യേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം വരുന്ന വിൻഡോയിൽ ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക.
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗൂഗിൾ ക്രോമിൽ നമ്മൾ മുമ്പ് പ്രിന്റർ കോൺഫിഗർ ചെയ്ത പോലെ തന്നെ നമ്മൾ ഏത് സിസ്റ്റത്തിൽ നിന്നാണോ പ്രിന്റ് ചെയ്യുന്നത് ആ സിസ്റ്റത്തിലും നമ്മൾ ഗൂഗിൾ ക്രോമിൽ നമ്മൾ ഗൂഗിൾ ID വെച്ചിട്ട് ലോഗിൻ ചെയ്യേണ്ടി വരും. അത് നമ്മൾ ഷെയർ ചെയ്ത ആളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് അദ്ദേഹത്തിന് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടർ ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. അത് നമുക്ക് ഈ ഡ്രൈവറിന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ കാണാം ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് എന്ന് കാണാം. ഇപ്പോൾ ഗൂഗിൾ ക്ലൗഡ് പ്രിന്റർ ഡ്രൈവർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആയി. ഇനി ഈ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ഏത് ഗൂഗിൾ ക്ലൗഡ് പ്രിന്റർ ഇൻസ്റ്റാൾ ചെയ്ത കമ്പ്യൂട്ടറിലേക്കും, ഏത് സിസ്റ്റത്തിലാണോ പ്രിന്റർ കോൺഫിഗർ ചെയ്തിട്ടുള്ളത്, ഏത് സിസ്റ്റത്തിലെ പ്രിന്ററാണോ ഗൂഗിൾ ക്ലൗഡ് പ്രിന്ററിലേക്ക് കോൺഫിഗർ ചെയ്തിട്ടുള്ളത്, അതിലേക്കെല്ലാം നമുക്ക് ഇവിടെ നിന്ന് പ്രിന്റ് ചെയ്യാം. ഇതിനു മുമ്പായി നമ്മൾ ഇവിടെ ഗൂഗിൾ ഒന്നുകൂടി ഓപ്പൺ ചെയ്ത ശേഷം ഗൂഗിളിൽ ലോഗിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ ലോഗിൻ ചെയ്തിടുക. ഇപ്പോൾ ഞാൻ ഇതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. പ്രിന്റ് കൊടുക്കുന്നു. നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡിൽ നിന്നോ അല്ലെങ്കിൽ എക്സലിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് പ്രിന്റ് ചെയ്യാം. ഞാൻ തൽക്കാലം ഒരു ഫോട്ടോ ആണ് പ്രിന്റ് ചെയ്യുന്നത്, ഒരു ഫയലാണ് പ്രിന്റ് ചെയ്യുന്നത്. പേപ്പർ സൈസ് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ സാധാരണ പ്രിന്റ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ. അതിനുശേഷം നമ്മൾ പ്രിന്റ് കൊടുക്കുമ്പോൾ ഇവിടെ പ്രിന്റർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണ ഏത് രീതിയിൽ പ്രിന്റ് ചെയ്യുമ്പോഴും അതിൽ പ്രിന്റർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ പ്രിന്റർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനിൽ നിന്ന് നമ്മൾ ഗൂഗിൾ ക്ലൗഡ് പ്രിന്റർ എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ കാണാം ഗൂഗിൾ ക്ലൗഡ് പ്രിന്റർ. നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും ഗൂഗിൾ ക്ലൗഡ് പ്രിന്റർ. ഞാനത് സെലക്ട് ചെയ്ത് അതിനുശേഷം പ്രിന്റ് എന്ന് കൊടുക്കുകയാണ്. പേപ്പർ സൈസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് സെറ്റ് ചെയ്യുക. ക്വാളിറ്റി ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രിന്റ് എന്ന് കൊടുക്കുക. പ്രിന്റ് എന്ന് കൊടുക്കുമ്പോൾ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഗൂഗിൾ ക്രോമിൽ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. നമ്മുടെ ഗൂഗിൾ ക്ലൗഡ് പ്രിന്ററിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ പ്രിന്ററിന്റെ ലിസ്റ്റും ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങൾക്ക് കാണാം എപ്സൺ L130 സീരീസ് എന്ന് കാണുന്ന ഈ പ്രിന്റർ നമുക്ക് കാണാം. ഇപ്പൊ നമ്മൾ ആദ്യം കോൺഫിഗർ ചെയ്ത കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ ഷെയർ ചെയ്ത പ്രിന്ററാണ് ഈ കാണുന്നത്. ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് നേരെ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത ആ പ്രിന്ററിലേക്ക് നേരെ നമ്മളിപ്പോൾ കൊടുത്ത ഫയൽ പ്രിന്റ് പോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ നിന്നും നമ്മൾ പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ ക്ലൗഡ് പ്രിന്റിംഗ് ഉപയോഗിച്ച് എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്നും എങ്ങനെ ഗൂഗിൾ ക്ലൗഡ് പ്രിന്റിംഗ് കോൺഫിഗർ ചെയ്യാമെന്നും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഉപകാരപ്രദമായ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അൽഫാസ് ടെക്നോളജീസ് എന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും ബൈ.